നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും നിറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതും ഓർമ്മിക്കാനും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തതുമായി ധാരാളം കാര്യങ്ങൾ ഈ കുറേ വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ടാവും നമുക്ക് അറിയാം. അപ്പോൾ അമ്മക്ക് അതുപോലത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രതീക്ഷിക്കാൻ? അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിവരിക്കാവോ? എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യം. 32 കൊല്ലം മുമ്പത്തെ നടന്ന ഒരു സംഭവമാണ്. ഞങ്ങളിങ്ങ് ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അതായത് അച്ഛൻ്റെ അനിയൻ്റെ കല്യാണം സെറ്റിലായി. അപ്പോൾ പിന്നെ കല്യാണം ഇങ്ങനെ ഇത്രാം തീയതി കല്യാണം എന്ന് പറഞ്ഞിട്ട് അനിയനും അമ്മയും ഒക്കെ വിളിച്ച് പറഞ്ഞ് ശരി നമ്മളൊക്കെ കല്യാണത്തിൻ്റെ അടുക്കായി നമ്മൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ ആ നാട്ടിൽ പോയതിന് ശേഷം ആ പെണ്ണിൻ്റെ നാട്ടിൽ പോയിട്ട് അവരെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ, അപ്പോൾ അന്നേരം ഈ ഫോണും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ, എഴുത്ത് മാത്രമാണല്ല. അപ്പോൾ നാട്ടിൽ പോയി. അപ്പോൾ എൻ്റെ മോൻ ചെറിയ മോനാണ്. അപ്പോൾ ആ മോനെയും കൊണ്ട് ഇങ്ങനെ പുറത്തധികം കറങ്ങാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ ഭർത്താവും പിന്നെ അനിയനും അവർ മാത്രം പോയി പെണ്ണിനെ അവർ കണ്ട് സംസാരിച്ച് വന്നു. അപ്പോൾ ഇന്ന നാട്ടിലാണ് പെണ്ണ് ഇന്ന പേരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര പെട്ടെന്ന് നമുക്കത് ഒന്നും ശരിയായിട്ട. അപ്പോൾ പിന്നെ അങ്ങനെ കഴിഞ്ഞ് കല്യാണത്തിന് ആ ദിവസം എത്തി. നമ്മൾ കല്യാണത്തിന് അവിടെ പന്തലിലേക്ക് എത്തി. ഞാൻ ഇരുന്ന സമയത്ത് കല്യാണ പെണ്ണ് വന്നപ്പോൾ ആ മുമ്പിൽ ഞാനുമായി. അപ്പോൾ പെട്ടെന്ന് പെണ്ണ് എൻ്റെ മുഖത്തേക്കും ഞാൻ പെണ്ണിൻ്റെ മുഖത്തേക്കും നോക്കി. അപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അപ്പോൾ ആ പെണ്ണ് എന്നോട് ചോദിച്ചു, നീ എന്താ എവിടെയാണ്? അന്നേരം ഞാൻ ചോദിച്ചാൽ, നീയാണോ പെണ്ണ് എന്ന് ഞാനും ചോദിച്ചു. ഞാൻ ചോദിച്ച സമയത്ത് കല്യാണ ചെക്കൻ ഭർത്താവിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു, എനിക്ക് ഇവിടെ അറിയുമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പഠിച്ചതാണ്. 8ാം ക്ലാസ്സിൽ തൊട്ടിട്ട് 8ാം ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചതാണ്. ഒരു കൂട്ടുകാരികളാണ് നമ്മൾ. അത് എന്താ പറയുക, ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അത് ഉണ്ടായി. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വന്ന് എല്ലാം ആയി സദ്യയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫ്രണ്ട്സല്ലേ. അപ്പോൾ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മൾ രണ്ടാളും കൂടെ നടന്നു വരുമ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു, പിന്നെ ഇനി ഞാൻ പിന്നെ നിന്റെ ഏടത്തിയമ്മന്ന് വിളിക്കണ്ടേ അല്ലേ എന്ന്. അത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിന്റെ സൗകര്യം പോലെ അതുപോലെ പണ്ടത്തെ പോലെ പേരാ വിളിക്കുന്നെങ്കിൽ പേര് അല്ല ഇനി ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല ഏടത്തിയമ്മ തന്നെ വിളിക്കാല്ലേ നിന്നെ ഇനി തൊട്ട്, നിങ്ങളെ ഏടത്തിയമ്മന്ന് വിളിക്കാല്ലേ. ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഓള് നിന്നാന്ന് പറഞ്ഞത് ഓള് നിങ്ങളാന്ന് ആക്കി പറഞ്ഞു. അന്ന് തൊട്ടിട്ട് പിന്നെ എപ്പോഴും ആ ഒരു ബഹുമാനവും ആ ഒരു ഏടത്തിയമ്മന്നില്ല ഒരു ഇതും അവളെനിക്ക് തന്നിരുന്നു. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ടുമായി, നല്ല ഒരു ഏടത്തി അനിത്യമായി അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി സമാധാനവും സന്തോഷവുമായിട്ടില്ല നല്ലൊരു ജീവിതം തന്നെ നമ്മൾ. പക്ഷെ ഇപ്പം എൻ്റെ അനിയത്തി കൂടെ ഇല്ല. എന്നിട്ടൊരു വിഷമം ഭയങ്കരമാണ്. ഒരസുഖം വന്നിട്ട് അവൾ നമ്മളെ വിട്ടു പോയി. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും കുറേ കഥകൾ വായിക്കണമെങ്കിൽ പറയാൻ മടിക്കല്ലേ അമ്മ. അപ്പോൾ ഇതുപോലത്തെ കഥകൾക്കായി ഇനിയും കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.